ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഏവർക്കും ഹെർമിറ്റ്സ് ടോക്സിലേക്ക് സ്വാഗതം. ഇത് ഹെർമിറ്റ്സ് ടോക്സിൻ്റെ 809 ദിവസം. ഇന്നത്തെ പ്രഭാത ചിന്തയ്ക്കായി തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം വിശുദ്ധ യോഹന്നാൻ 4-ാം അധ്യായം 48-ാമത്തെ തിരുവചനമാണ്. യേശു അവനോട്, നിങ്ങൾ അടയാളങ്ങളും അത്ഭുതങ്ങളും കണ്ടിട്ടല്ലാതെ വിശ്വസിക്കുകയില്ല എന്ന് പറഞ്ഞു. കഫർനഹൂമിൽ ഉണ്ടായിരുന്ന രാജഭൃത്യൻ്റെ മകൻ രോഗിയായി തീർന്നു. യേശുതമ്പുരാൻ യഹൂദ്യ ദേശത്ത് നിന്ന് ഗലീലായിലേക്ക് വന്നു എന്ന് കേട്ടിട്ട് അവൻ യേശുതമ്പുരാൻ്റെ അടുക്കൽ വന്നു. യേശുതമ്പുരാനോട് തൻ്റെ മകൻ്റെ രോഗവിവരമെല്ലാം അറിയിച്ചു. അന്നേരം അവനെ ശാസിച്ചുകൊണ്ട് യേശുതമ്പുരാൻ പറയുന്നതാണ് ഈ തിരുവചന ഭാഗം. പ്രിയമുള്ളവരെ, ഇന്ന് നമ്മുടെ ഇടയിൽ നടക്കുന്നതും ഇതുതന്നെയല്ലേ? അത്ഭുതങ്ങൾ നടക്കുന്നു എന്ന് കേട്ടിട്ട് അവിടേക്ക് ആളുകൾ ഓടിക്കൂടുകയാണ്. ദൈവത്തെ വിശ്വസിക്കുവാൻ അത്ഭുതങ്ങൾ വേണമെന്ന നിലയിലേക്ക് കാര്യങ്ങൾ മാറ്റപ്പെടുകയാണ്. എന്നാൽ പ്രിയമുള്ളവരെ, നമുക്ക് വിശ്വാസമുണ്ടാകേണ്ടത് അത്ഭുതങ്ങളിലാണോ? അല്ല, കർത്താവിലാണ് നമുക്ക് വിശ്വാസം ഉണ്ടാകേണ്ടത്. ഈ രാജഭൃത്യൻ കർത്താവിൽ വിശ്വസിക്കുകയാണ്. കർത്താവിനോട് അവൻ പറയുകയാണ്, മകൻ മരിക്കും മുമ്പേ അവിടേക്ക് വരണം എന്ന്. കർത്താവ് അവനോട് പറഞ്ഞു, നീ പോയിക്കൊള്ളുക, നിന്റെ മകൻ ജീവിച്ചിരിക്കുന്നു. ആ സമയത്ത് തന്നെ അവന് സൗഖ്യം കിട്ടി എന്ന് തിരുവചനത്തിലൂടെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. പ്രിയമുള്ളവരെ, നമ്മുടെ വിശ്വാസം എവിടെയാണ്? അത്ഭുതങ്ങളും അടയാളങ്ങളും തേടിയിട്ടുള്ള വിശ്വാസമാണോ നമ്മുടേത്? കർത്താവിലും കർത്താവിൻ്റെ വചനത്തിലും വിശ്വസിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. നമുക്കിങ്ങനെ പ്രാർത്ഥിക്കാം. സ്നേഹവാനായ ദൈവമേ, അത്ഭുതങ്ങളും അടയാളങ്ങളും തേടി യാത്ര ചെയ്യുന്നവരായി മാറാതെ അങ്ങയിലും അവിടുത്തെ വചനത്തിലും പൂർണ്ണമായി വിശ്വസിക്കുവാൻ എന്നെയും യോഗ്യനാക്കണമേ. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.